പുനരധിവാസത്തിന് ഇന്ന് തറക്കല്ലിടാനൊരുങ്ങുമ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ നമസ്കാരം. മന്ത്രി എന്ന നിലയിൽ ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ അതിജീവനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പുനരധിവാസത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് മുന്നിൽ വലിയ മാതൃകകളൊന്നും ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മാതൃകകൾ കണ്ടുപഠിക്കാനോ അത് ഇവിടെ കൊണ്ടുവരേണ്ട പ്രവർത്തികൾക്കുമാക്കാനോ ഉള്ള സമയവും നമുക്കില്ലാത്ത സ്വയം ഒരു മാതൃക സൃഷ്ടിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ മാതൃക എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിലേക്ക് കടക്കുന്നു. അതിൻ്റെ തറക്കല്ലിടൽ ഇന്ന് വൈകിട്ട് നടക്കാനൊക്കെ എന്താണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലെന്ന് പറയുന്നത്? വല്ലാത്ത ആത്മാഭിമാനമാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ ഫീൽ. രണ്ടാമത് നഷ്ടപ്പെട്ട മനുഷ്യരെ കുറിച്ച് ഓർത്തിട്ടുള്ള ദുഃഖം. പക്ഷെ ഒരു കാര്യത്തിൽ പിണറായി സർക്കാരിൻ്റെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള ഒരു ആത്മവിശ്വാസം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം വർക്കിൻ്റെയും ഇച്ഛാശക്തിയുടെയും ശക്തമായിട്ടുള്ള വിജയമാണ് ഇന്ന് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ കൃത്യമായി പറഞ്ഞതുപോലെ കേരളത്തിന് ഒരു ടൗൺഷിപ്പ് രൂപീകരിച്ച് ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു മുൻമാതൃകയുമില്ല. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെവിടെയില്ല. സാധാരണ ദുരന്തങ്ങളുണ്ടായാൽ ആ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്ക് ഏതാണോ നഷ്ടപ്പെട്ടത് അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ തന്നെ കേരളം മാതൃകയാണ്. ഇവിടെ ചൂരൽമല ഇല്ലെങ്കിൽ പോലും വലിയ ദുരന്തങ്ങളുണ്ടായി ആ ദുരന്തങ്ങളിൽ പുറമ്പോട്ട് കിടക്കുന്നയാളുടെ, അതായത് പട്ടയമില്ലാത്ത ഭൂമിയിൽ കിടക്കുന്നയാളുടെ വീട് നഷ്ടപ്പെട്ടാൽ പോലും ഭൂമി വാങ്ങാൻ 6 ലക്ഷവും വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപയും കൊടുക്കുന്ന ഒരു മാതൃകയും ദുരന്തഘട്ടത്തിൽ ദുരന്ത പുനരധിവാസത്തിൽ ഇന്ത്യയിലില്ല. STRF നിന്ന് ആകെ കിട്ടുന്നത്, സംസ്ഥാനവും കേന്ദ്രവും കൂട്ടിയ തുകയിൽ നിന്ന് കിട്ടുന്നത് 1,80,000 രൂപയാണ്. അപ്പോൾ അവിടെ തന്നെ കേരളം ഒരു നിർമ്മാണത്തിലൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. സാധാരണഗതിയിൽ ജൂലൈ 30-ന് ചൂരൽമലയിലുണ്ടായിട്ടുള്ള ദുരന്തത്തെ തുടർന്ന് അതിവേഗത്തിൽ ഗവൺമെൻറ് കൈയൊഴിയുകയാണ് ലക്ഷ്യമെങ്കിൽ, ഉത്തരവാദിത്തം പൂർത്തീകരിച്ചു എന്ന് രേഖയിൽപ്പെടുത്തലാണ് ലക്ഷ്യമെങ്കിൽ, നഷ്ടപരിഹാര തുക നിശ്ചയിച്ച് ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക നിശ്ചയിച്ച് ദുരന്തബാധിതരായി തീരുമാനിക്കാവുന്നവരുടെ ലിസ്റ്റിട്ട് ആ പണം കൊടുത്ത് അവസാനിപ്പിച്ചാൽ അനാവശ്യമായി ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്ന ഒരു പഴിയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. ഗവൺമെൻറ് അതല്ല നോക്കിയത്, പഴിയെക്കുറിച്ചല്ല നോക്കിയത്. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ നമ്മൾ കണ്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ദുരന്തമുണ്ടായി 22 ദിവസം കഴിയുമ്പോൾ ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് ഇവിടെ വന്ന് 17 ക്യാമ്പുകളിൽ താമസിക്കുന്ന ദുരന്തബാധിതരോട് ഉൾപ്പെടെ നേരിട്ട് ചോദിച്ചു, പുനർനിർമ്മാണത്തെയും പുനരധിവാസത്തെയും കുറിച്ച് നിങ്ങളുടെ ആശയം എന്താണ്? ഒരിക്കലും ഉണ്ടായിട്ടില്ല കേരളത്തിൽ, ഇന്ത്യയിൽ. അവർ പറഞ്ഞു, ഞങ്ങളെ ഇനിയും നിങ്ങൾ പിരിക്കരുത്, ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം, അതും ഈ ദുരന്തം നടന്ന ഭൂമിയിൽ ഞങ്ങളുടെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഭൂമിയോട് ഏറ്റവും ചേർന്ന് നിൽക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ചൂരൽമല എന്ന ചൂരൽമലയിലെ ടൗൺഷിപ്പിൻ്റെ പ്രസക്തി ഉണ്ടാകുന്ന അവിടെയാണ്. ഇവിടെ നമ്മുടെ പ്രശ്നം താൽക്കാലികമായിട്ട് ഏതെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തെടുത്താൽ, ഈ വയനാടിൻ്റെ പ്രത്യേകത നമുക്ക് അറിയാം, എവിടെ അവർ ഭൂമി വാങ്ങും, എവിടെ വീട് വയ്ക്കും? ഇത് പ്രധാനമായിട്ടും പ്ലാന്റേഷനുള്ള ഒരു സ്ഥലമാണ് വയനാട്. ജന്മം കൊണ്ട ഭൂമി കൂടുതലുള്ള, ഒരുമിച്ച് താമസിക്കാനുള്ള ഇടമുള്ളൊരു സ്ഥലമാണ്. പ്ലാന്റേഷനിലെ ഭൂമി എക്സംഷൻ കിട്ടിയ ഭൂമിയാണെങ്കിൽ മുറിച്ചു വെക്കാനുള്ള വകുപ്പുമില്ല. അപ്പോൾ അങ്ങനെ മുറിച്ചു വെക്കപ്പെടുന്ന ഭൂമിയിൽ മേടിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട് വീട് വെച്ചാൽ അതിന് ജീവിതകാലത്തിൽ ഒരിക്കലും സ്ഥിരീകരണം ലഭ്യമാകാൻ എളുപ്പവുമല്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. എന്ന് മാത്രമല്ല, സ്പോൺസർമാർ, ഇപ്പോൾ നമ്മുടെ സുനാമി ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളിൽ ധാരാളമായ വീടുകൾ പണിതതിൻ്റെ പല ഓർമ്മകളും നമുക്കുണ്ട്. 1 വർഷക്കാലം കഴിഞ്ഞാൽ പല വിധത്തിൽ നാശമാകുകയും കേടുപാടുകളുണ്ടായാൽ പുനഃസൃഷ്ടിക്കാൻ കഴിയാതെ പോവുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഈ മുന്നാനുഭവങ്ങളെല്ലാം വെച്ച് ഒരു ഗ്രാമത്തിൽ നഷ്ടപ്പെട്ട മനുഷ്യരെ ഇനി തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിലും നഷ്ടപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളെല്ലാം കൂടി വിളക്കി ചേർത്ത് മനുഷ്യരെയെല്ലാം ഒരു ഗ്രാമമായി പുനർനിർമ്മിക്കുക, ഒരു ടൗൺഷിപ്പിൻ്റെ കീഴിൽ കൊണ്ടുവരിക, ഈ ആശയമാണ് ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ഇച്ഛാശക്തിയാണ്. ഏതു ദുരന്തത്തെയും നേരിടാനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി. സ്വാഭാവികമായിട്ടും നേരം വൈകി എന്ന് ചിലരെല്ലാം പറയും. കൃത്യമായ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ, നിയമപരമായ ചില തടസ്സങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ ഒരു നേരവും വൈകിയിട്ടില്ല. ഒക്ടോബർ 3-ാം തീയതി ഭൂമി 63 ദിവസത്തിനുള്ളിൽ ഏറ്റെടുക്കാം എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അന്ന് ആ ഉത്തരവ് കോടതി വ്യവഹാരത്തിൽപ്പെട്ട് 2.5 മാസക്കാലം വൈകിയില്ലെങ്കിൽ ഇപ്പോൾ വീടിൻ്റെ പകുതി പണി തീരുമായിരുന്നു. ഡിസംബർ 27 വരെ ആ വ്യവഹാരത്തിൽ തീരുമാനമായില്ലെന്ന് മാത്രമല്ല, അകത്ത് കിടക്കാൻ പോലും അവസരം ഉണ്ടായില്ല. 27-ന് ഭൂമി ഗവൺമെൻറ് തീരുമാനിച്ച ഉത്തരവിനെ സ്ഥിരീകരിച്ചുകൊണ്ട് കോടതി തീരുമാനിച്ചപ്പോൾ 4 ദിവസം കൊണ്ട് ക്യാബിനറ്റ് പാക്കേജ് പ്രഖ്യാപിച്ചു, ഏജൻസികളെ പ്രഖ്യാപിച്ചു, കമ്മിറ്റികളെ തീരുമാനിച്ചു. 2-ാം തീയതി ഇവിടെ വന്ന് ഞാൻ തന്നെ പങ്കെടുത്ത യോഗം ചേർന്നതിൻ്റെ അന്ന് വൈകുന്നേരം മുതൽ ഹൈഡ്രോളജിക്കൽ സർവേ, ജിയോഗ്രാഫിക്കൽ സർവേ,
സോയിൽ ടെസ്റ്റ്, ഫിസിക്കൽ വെരിഫിക്കേഷൻ ഇതെല്ലാം പൂർത്തീകരിച്ച് നഷ്ടപരിഹാരത്തിൻ്റെ തുക കൂടി കണക്ക് കൂട്ടി 2 മാസക്കാലത്തിനുള്ളിൽ അതിവേഗത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ വരാൻ പോകുന്ന ടൗൺഷിപ്പ് ഒരു ദുരന്തമുണ്ടായ മനുഷ്യരെ മുഴുവൻ ഒരു കേന്ദ്രത്തിലേക്ക് ചേർത്ത് നിർത്താനും നഷ്ടപ്പെട്ട മനുഷ്യജീവിതങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം തിരിച്ചു കൊടുക്കാനുമുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. വീട് നിർമ്മാണമല്ല യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ പുനർനിർമ്മാണം, അത് പുനരധിവാസ പാക്കേജിലെ ഒരു ഘടകം മാത്രമാണ്. നേരത്തെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മൈക്രോ പ്ലാൻ ഉണ്ടാക്കി. അതായത് ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ജീവനോപാധി. കടങ്ങൾ എഴുതി തള്ളാൻ കേന്ദ്ര ഗവൺമെൻറ് 8 മാസക്കാലം കഴിഞ്ഞിട്ടും തയ്യാറായില്ല. കഠിനമായ കോടതിയുടെ ശാസന കേട്ടിട്ടും അടുത്ത ആഴ്ചയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് ആ കടങ്ങളിൽ പെട്ടവരുടെ വിശദാംശങ്ങൾ എടുത്തു, അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അവലംബിച്ചു. എൻ്റെ കേന്ദ്രത്തെ കാത്തു നിൽക്കുന്നത് ഇപ്പോൾ സർക്കാർ പണമടച്ച് അവസാനിപ്പിച്ചാലും ഈ സിബിൽ സ്കോറിൻ്റെ പ്രശ്നം ബാക്കി നിൽക്കും. ഒരു തീരുമാനമനുസരിച്ച് അതെടുത്താൽ ഇപ്പോൾ കേരളത്തിൻ്റെ ബാങ്കായ കേരള ബാങ്ക് പൂർണ്ണമായി എഴുതി തള്ളി. കടബാധ്യതയെക്കുറിച്ച് ധാരണ 6000 രൂപ വീതം മാസം കിട്ടുന്ന വാടക 2 മാസം കൊണ്ട് നിർത്തുമെന്ന് പ്രചരിപ്പിച്ചവരുണ്ട്. ഇതുവരെ 1 മാസപ്പാലും പോലും കിട്ടാത്ത വിധത്തിൽ കൊടുക്കാനായി. 21 കുട്ടികൾ ഒറ്റപ്പെട്ടു. 7 പേർക്ക് രക്ഷകർത്താക്കൾ 2 പേരും മരിച്ചു. 14 പേർക്ക് ഒരാൾ വീതം മരിച്ചു. ആ 21 പേർക്കും 25 വയസ്സ് വരെ വിദ്യാഭ്യാസം നടത്താനുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ്റും ആരോഗ്യ വകുപ്പും ചേർന്ന് 20 ലക്ഷം രൂപയുടെയും 15 ലക്ഷം രൂപയുടെയും സഹായം, ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഓരോ കുട്ടിക്കും 2.5 ലക്ഷം രൂപയുടെ വിദ്യാഭ്യാസ സഹായം, ഇങ്ങനെ വിദ്യാഭ്യാസം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ജീവിതകാലം മുഴുവനുള്ള തുടർ ചികിത്സ. ഇപ്പോൾ ചൂരന്മല ടൗൺ പഴയതുപോലെ നിർമ്മിക്കാനാകുമോ? പലതും നോഗോ സോണിൽപ്പെട്ട സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അവിടുത്തെ സ്വകാര്യ ഭൂമി ഉൾപ്പെടെ കണക്കാക്കി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ എൻജിനീയർമാർ ഡിസൈൻ ചെയ്ത് ഒരു ന്യൂ ടൗൺഷിപ്പ്, ഒരു ചൂരൽമലയുടെ റീഡിസൈനിങ് 5 കോടി രൂപയാണ് അതിനു വേണ്ടി ഗവൺമെൻറ് മാറ്റിവെച്ചത്. 8ഓളം പാലങ്ങൾ, 16ഓളം റോഡുകൾ. അവിടെ നമുക്ക് നഷ്ടമായ ഉണ്ണിമാഷയുടെ കുട്ടികൾ ഉൾപ്പെടെ പാടിയും ഓടിയും കളിച്ചിരുന്ന വെള്ളാർമല സ്കൂള്, ഇങ്ങനെ നഷ്ടപ്പെട്ടതെല്ലാം പുനഃസംഘടിപ്പിക്കുകയാണ്. ഇതെല്ലാം കൂടിയാണ് പുനരധിവാസം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പരിശ്രമവുമായി മുന്നോട്ട് പോകും. ചെറിയ കാലാവധിക്കുള്ളിൽ, ഏറ്റവും ചെറിയ ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യൂറിംഗ് പീരീഡ് ഉൾപ്പെടെയുള്ള കാലാവധികൾ വെച്ചുകൊണ്ട് ആ ചെറിയ കാലാവധിക്കുള്ളിൽ ഈ പ്രവർത്തനം പൂർത്തീകരിക്കാനും കഴിയും. മിനിസ്റ്റർ എപ്പോഴും എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് വയനാട്ടിലെ ഈ ദുരന്തത്തിൽപ്പെട്ട ഏറ്റവും അവസാന ആളെയും കൂടെ പുനരധിവസിപ്പിച്ച ശേഷം മാത്രമേ ഈ സർക്കാർ ചുരുക്കൊണ്ടുപോകുള്ളൂ. മിനിസ്റ്റർ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നതാണ്. അത്തരത്തിൽ നമുക്ക് മുൻ മാതൃകകളില്ലാതെ കുറ്റമത്തിൻ്റെ ഒരു ഭാഗത്തുകൂടെ പ്രവർത്തനങ്ങളെല്ലാം നടപടികളെല്ലാം സർക്കാർ കൊണ്ടുപോകുമ്പോൾ അതിന് കൂടെ നിൽക്കേണ്ട പ്രതിപക്ഷം വലിയ രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിനിടയ്ക്കും നടത്തുന്നുണ്ട്. വീടുണ്ടാകില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സാമ്പത്തിക സഹായം ലഭിക്കില്ല. LDF എല്ലാവരും ഈ വയനാടിന് വേണ്ടി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് തുക വകയിരുത്തുമ്പോൾ 2 MP-മാരുണ്ട് എന്നാണ് മുൻ MP ഇവിടെ പറഞ്ഞിട്ട് പോലെ. ഞാനടക്കം 2 MP-മാരുണ്ട്, എൻ്റെ സഹോദരിയും ഞാനും ഇവിടെ നിങ്ങൾക്ക് MP-മാരാണ്. ആ 2 MP-മാരുടെ ഭാഗത്തു നിന്നും പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഒരു തുക പോലും, ഒരു 5 പൈസ പോലും നമുക്ക് ലഭിക്കുന്നില്ല. അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം LDF സർക്കാർ കാഴ്ചവെക്കുമ്പോൾ വലിയ രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, മുൻ മാതൃകകളില്ലാത്ത രീതിയിൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് കോൺഗ്രസ്സുകാർ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നതും കൂടെ ഉണ്ട്. അതും കൂടെ നമ്മൾ ഈ സാഹചര്യത്തിൽ ഒന്ന് പറഞ്ഞു പോകണമല്ലോ. അല്ല, തീർച്ചയായിട്ടും ആ വിധത്തിലാകാൻ പാടില്ലാത്തതാണ് പ്രതിപക്ഷം. ഞങ്ങളെപ്പോഴും പറയുന്നത് ഉചിതമായ സർക്കാർ എന്നൊരു പ്രയോഗമുണ്ട്, അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം ദുരന്തത്തെ അഭിസംബോധന ചെയ്തതിൻ്റെ ഒരു ലോക മാതൃകയുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഉചിത ഗവൺമെൻറ് സർക്കാർ എന്ന് പറഞ്ഞാൽ, അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും അദ്ദേഹം അടങ്ങുന്ന 21 മന്ത്രിമാരുമല്ല, 3.5 കോടി മലയാളിയുടെ ഇച്ഛാശക്തിയാണ് ഞങ്ങളെ ആ പ്രവർത്തനത്തിൽ പ്രേരിപ്പിക്കുന്നത്. അത് തിരിച്ചറിയാതെ ഇത്തരം ഘട്ടങ്ങളിൽ കേവല ലാഭത്തിൻ്റെയും രാഷ്ട്രീയ നേട്ടത്തിൻ്റെയും ഒരു വഴിയിലൂടെയും ആരും പോകരുത്. അങ്ങനെ പോയാൽ അത് ജനം തിരിച്ചറിയും. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ പോലും ഒരു ദുരന്തമുണ്ടായ സംസ്ഥാനത്തിൻ്റെ മീതെ ചൂടേണ്ട കൂട അഥവാ ഒരു ഗാർഡിയൻ ഏഞ്ചലിൻ്റെ സ്വഭാവമാകേണ്ട കേന്ദ്ര ഗവൺമെൻറ്, ആ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് നാം സമാനതകളില്ലാത്ത മാതൃകയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ കേന്ദ്രം സമാനതകളില്ലാത്ത ക്രൂരത പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എതിർക്കപ്പെടേണ്ടത് അവരാരാണ് എന്ന ധാരണ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ഉണ്ടാവണ്ടേ? അതല്ലേ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം.
നമുക്കിവിടെ എവിടെയാണ് ഏതെങ്കിലും വിധത്തിലുള്ള കാലതാമസം ഉണ്ടായിട്ടുള്ളത്? കാലതാമസങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ്. ഞങ്ങൾക്ക് വിശ്വാസം ജനങ്ങളിലാണ്. ആ ജനങ്ങളിത് കാണുന്നുണ്ട്. കേവലമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള നടപടി ഇന്ന് നിലയും തുടങ്ങിയാണ്. അതൊക്കെ നമ്മൾ അതിജീവിച്ചില്ല. അതുകൊണ്ടൊരു പേടിയില്ല. പൂക്കാത്ത ബ്രെഡ് പൂത്തു എന്ന് പറഞ്ഞ ദുരന്ത സമയത്തെ മഹാമഴ മുതൽ ഈ പറഞ്ഞ എല്ലാ അപവാദ പ്രചരണങ്ങളെയും അതിജീവിച്ച് കേരളത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നത് നമ്മുടെ ഒരു ശരിയുടെ പക്ഷത്തു നിന്നാണ് ചിന്തിക്കുന്നത്. നമ്മൾ ആ ദുരന്തത്തിലുണ്ടായ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ്റെ വേദന നിറഞ്ഞ മുഖമാണ് ഓരോ നടപടിക്രമങ്ങളിലും നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. എങ്ങനെ ഏതെങ്കിലും വിധത്തിൽ താൽക്കാലിക കയ്യടി നേടാം എന്നല്ല, സ്ഥായിയായി പ്രശ്നത്തിൽ പരിഹാരം കണ്ട് ഇനിയും ചിരിക്കാൻ പറ്റാത്ത നൂറുകണക്കിന് മനുഷ്യരുടെ മുഖത്ത് പുഞ്ചിരികൾ വിരിയുന്ന ഒരു സമയം വരെ ഈ പ്രക്രിയ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് അവധിയുണ്ടാകില്ല. പലരും ചോദിക്കുന്നുണ്ട്, ഇത് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ച് നമ്മൾ പോവുകയാണ്. അങ്ങനെ ഒരു ചിന്തയില്ല. എത്ര മനോഹരമായ ഡിസൈനാണ്. വരുന്ന സംവിധാനത്തിൻ്റെ ഡിസൈനല്ല, സംഘടനാ ഡിസൈൻ. ഇവിടെ ഇതിനൊരു സ്പെഷ്യൽ ഓഫീസർ ഉണ്ടാകുന്നു, അദ്ദേഹത്തിനൊരു ഓഫീസ് ഉണ്ടാകുന്നു. ശ്രീ സുഹാസ് IAS ആണ് അതിൻ്റെ മുൻ കളക്ടർ കൂടിയായിട്ടുള്ള സുഹാസ് IAS ആണ് അതിൻ്റെ സ്പെഷ്യൽ ഓഫീസർ. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഈ പ്രവർത്തനങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റിംഗ് യൂണിറ്റ്, കളക്ടർ ചെയർ ചെയ്യുന്ന ഒരു കമ്മിറ്റി, ഈ പ്രവർത്തനങ്ങളെ അനുദിനം നിരീക്ഷിക്കാൻ ചീഫ് സെക്രട്ടറി കൺവീനറായിട്ടുള്ള ഒരു ഏകോപന സമിതി, ഇതിനെല്ലാം മുകളിൽ എല്ലാ മാസവും റിവ്യൂ നടത്താൻ മുഖ്യമന്ത്രി ചെയർമാനും ഞങ്ങൾ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും പ്രധാന സ്പോൺസർമാരും അംഗങ്ങളായിട്ടുള്ള വയനാട് പുനരധിവാസ സമിതി ഏറ്റവും ചിട്ടയായ നടപടികളിലൂടെ ഇത് പൂർത്തീകരിക്കുകയാണ്. ഒരാശങ്കയും വേണ്ട. കൃത്യം തലത്തിലാണ് നമ്മുടെ പോക്ക്. അവസാനത്തെ ദുരന്തബാധിതൻ കൂടി സർക്കാരിൻ്റെ വികസന പ്രവർത്തനത്തിൻ്റെയും പുനരധിവാസ മാതൃകയുടെയും രുചിയറിയാവുന്ന വിധത്തിൽ നാം ലോകത്തിന് മാതൃകയാക്കിയ ഒരു പുനരധിവാസത്തിൽ കൂടി വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ, ഭൂപരിഷ്കരണത്തിൽ, ജനകീയാസൂത്രണത്തിൽ, സാക്ഷരതയിൽ ഒക്കെ കേരളം സൃഷ്ടിച്ചൊരു മോഡൽ പോലെ ഉണ്ടാകരുതേ ദുരന്തം എന്നാഗ്രഹിക്കുമ്പോഴും ഉണ്ടായാൽ അതിനൊരു പുനരധിവാസ മോഡൽ ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനപൂർവ്വം 3.5 കോടി മലയാളിക്ക് വേണ്ടി കേരളം സമർപ്പിക്കുകയാണ്. ആ സമർപ്പണമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആദരണീയനായ മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോകുന്നത്.